വൈറ്റ് കോളർ ലഹരിക്കടത്തിന്റെ വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 750 ഗ്രാം MDMA-യുമായി ഇൻഷുറൻസ് ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി അർജുൻ വി നാഥാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ലഹരിക്കടത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ അർജുൻ പോലീസിനോട് പറഞ്ഞു. ഒരു മാസം 3 കിലോയിലധികം MDMA ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി. വാട്ടർ ഹീറ്ററിനുള്ളിൽ MDMA നിറച്ചാണ് ഇയാൾ ഡൽഹിയിൽ നിന്ന് MDMA കേരളത്തിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രി 1 ഗ്രാം MDMA-യുമായാണ് അർജുനെ ഡാൻസ് ഓഫ് പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്തതോടെ ലഹരിക്കടത്തിന്റെ ചുരുളഴിഞ്ഞു. 750 ഗ്രാം MDMA തൃക്കാക്കരയിലെ അപ്പാർട്ട്മെന്റിലുണ്ടെന്ന് മൊഴി നൽകി. ഡാൻസ് ഓഫ് സംഘം അപ്പാർട്ട്മെന്റിലെത്തി പരിശോധന നടത്തിയതോടെ MDMA കണ്ടെത്തി. ഒരു മാസം 3 കിലോയോളം MDMA കൊച്ചിയിലേക്ക് എത്തിക്കാറുണ്ടെന്നാണ് അർജുന്റെ വെളിപ്പെടുത്തൽ. ഡൽഹിയിൽ നിന്ന് വാട്ടർ ഹീറ്ററിൽ ഒളിപ്പിച്ചാണ് MDMA എത്തിക്കുന്നത്. 150 ഗ്രാമുള്ള പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തും. ഇതാണ് രീതി. അർജുന്റെ ലഹരി സംഘത്തിലെ കൂടുതൽ പേരെ തേടിയുള്ള അന്വേഷണത്തിലാണ് നാർക്കോട്ടിക് സെൽ ഉള്ളത്. തുടർ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 1 കിലോഗ്രാം MDMA-യാണ് കൊച്ചിയിൽ പിടികൂടിയത്. 6ഓളം പേർ റിമാൻഡിലായി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.